അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, അറഫ ദിനത്തിൻ്റെ പോരിശയാക്കപ്പെട്ട നമ്മുടെ നാട്ടിൽ നമ്മളോട് കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനിക്ക് കിട്ടിയ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അറഫ ദിനത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. അറഫ ദിനത്തിൽ ജീവിതം മാറ്റിമറിച്ച ഒരു ജീവിത പാഠമാണ്, ജീവിത കഥയാണ് ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. കാരണം നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റിയ ദിവസമാണ് അറഫ ദിവസം. നമുക്കും ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ടിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്കും നന്മകൾ വരാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ജീവിതം മാറി മറിയുകയും വിജയിക്കുകയും ഇരുലോക വിജയത്തിനും ഇത് കാരണമാകും. കഴിഞ്ഞ വർഷം അറഫ ദിനത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു സഹോദരൻ ഹൃദയസ്പർശമായി പങ്കുവച്ച ഒരു അനുഭവമാണിത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വൈദ്യുതി ഷോർട്ടായി സർക്യൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി തീപിടുത്തമുണ്ടായി. കടയിലെ സാധനങ്ങൾ 3/4 കത്തി നശിച്ചു. ഈ സംഭവം അറഫ ദിനത്തിന് വെറും 2 ദിവസം മുമ്പായിരുന്നു. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാം. ഈദുൽ അദ്ഹ അടുത്തിരിക്കെ എൻ്റെ ബിസിനസ് സാധനങ്ങൾ, കട എല്ലാം തകർന്ന അവസ്ഥ. ഈദ് ആഘോഷമില്ല, സമ്മാനങ്ങളില്ല, സന്തോഷമില്ല, വിഷമം, കടബാധ്യത, ആശങ്ക മാത്രമായിരുന്നു അന്നെനിക്കുണ്ടായിരുന്നത്. അന്ന് ഞാൻ വിവാഹിതനായിട്ട് വെറും 2 മാസം മാത്രമായിരുന്നു. കത്തി നശിച്ച സാധനങ്ങളുടെ മൂല്യം ഏകദേശം 15,000 രൂപയോളം വരും, 15,000 ദിനാറോളം വരും. അന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത് എങ്ങനെ പരിഹരിക്കും? ഇപ്പോഴേ വിവാഹം കഴിഞ്ഞ ഭാര്യയുടെ സ്വർണം വിൽക്കാൻ പറയണമോ, കടം വാങ്ങണമോ, ആരിൽ നിന്ന് എന്ന് ചിന്തിച്ചു. അവസാനം സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങാനാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു, ഇത് അടുത്തിരിക്കുകയാണ് സഹോദര, ക്ഷമിക്കണം, ഇപ്പോൾ സഹായിക്കാൻ കഴിയില്ല. 2 ദിവസം ഞാൻ അതീവ വിഷമത്തിലും നിരാശയിലുമായി കഴിഞ്ഞു. ഒടുവിൽ സുഹൃത്തുക്കളിൽ നിന്ന്, പരിചയക്കാരിൽ നിന്നും എനിക്ക് ലഭിച്ചത് വെറും 800 രൂപ മാത്രം. എനിക്ക് നഷ്ടപ്പെട്ടതിനെ അപേക്ഷിച്ച് ഒരു തുള്ളി വെള്ളം പോലെ. അന്ന് രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ എൻ്റെ അയൽക്കാരനെ കണ്ടു. അവൻ പറഞ്ഞു, ഈദ് മുബാറക്ക് സുഹൃത്തെ, നാളെ നോമ്പ് മറക്കരുതേ. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നോമ്പോ? ദയവായി എന്നെ വിട്ടേക്കൂ. എൻ്റെ മനസ്സ് ഒന്ന് ശാന്തമാകാൻ ഭാര്യ നടക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തു പോയെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ ദുഃഖത്തിലും ചിന്തകളിലുമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു, സഹൂർ തയ്യാറാക്കാം, ഫജ്ർ അടുത്തായി. ഞാൻ അസ്വസ്ഥനായി പറഞ്ഞു, സഹൂറോ? നാളെ അറഫ ദിനമാണെന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി. നമ്മൾ 2 പേരും 2 വ്യത്യസ്ത ലോകങ്ങളിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്ത് സഹൂർ, എന്ത് അറഫ? നമ്മുടെ അവസ്ഥ നിനക്ക് കാണുന്നില്ലേ? അവൾ സാന്ത്വനത്തോടെ പറഞ്ഞു, ഇത് അള്ളാഹു നമുക്കായി കണക്കാക്കിയതാണ്. അവൻ നമ്മെ കൈവിടില്ല. പക്ഷേ നാം നോമ്പ് അനുഷ്ഠിക്കണം, നോമ്പ് നോക്കണം. അവൾ ഉറച്ചു നിന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പിനായി നിയ്യത്ത് ചെയ്തു. സൂര്യാസ്തമയമായപ്പോൾ അവൾ പറഞ്ഞു, നിന്റെ റബ്ബിനോട് ദുആ ചെയ്യൂ. ഞാൻ ചോദിച്ചു, എന്തിനായി ദുആ ചെയ്യണം? അവൾ പറഞ്ഞു, നിനക്ക് ആഗ്രഹമുള്ള എന്തും ചോദിക്കൂ. ഞാൻ അപ്പോൾ തന്നെ ചോദിച്ചു, ആകാശത്തിൽ നിന്ന് 15,000 വീഴാൻ ഞാൻ ചോദിക്കണോ? അത് നടക്കുമോ? അവൾ മറുപടി പറഞ്ഞു, ആകാശം സൃഷ്ടിച്ചവൻ എല്ലാം കഴിവുള്ളതാണ്. അവൾ എൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ദുആയിൽ മുഴുകി. ഞാനും ദുആ ചെയ്തു. സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ആ 15,000 മാത്രമായിരുന്നു. എനിക്ക് എൻ്റെ സന്തോഷം തിരികെ വേണമായിരുന്നു. മഗ്‌രിബിന് ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് ഫോൺ ചെയ്തു, കഫേയിൽ ഒന്ന് വരൂ, പ്രധാന കാര്യമുണ്ട്. ഞാൻ പോയി. അവൻ പറഞ്ഞു, സഹോദര, ഈ അവസരത്തിൽ നിന്നേക്കാൾ അനുയോജ്യമായ മറ്റൊരു വ്യക്തിയെയും ഞാൻ അറിയുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു സാമ്പത്തിക പദ്ധതിയിൽ നിന്ന് പണം ലഭിച്ചിട്ടുണ്ട്. അവൻ അത് ഒരു ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അതിയായ സന്തോഷമായി. ഉടൻ
ആ ആളെ വിളിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 30,000 ഉണ്ട്, അത് നിക്ഷേപിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ സൂപ്പർ മാർക്കറ്റിന് 15,000 വില വരുന്ന പുതിയ സാധനങ്ങൾ വേണം. ബാക്കി 15,000 കട പുതുക്കിപ്പണിയാനും കട നന്നാക്കാനുമായി നിക്ഷേപിക്കാം. കട നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരാം. കട നിക്ഷേപത്തിന് തിരികെ കിട്ടിയ ശേഷം ലാഭത്തിൻ്റെ 50% നിങ്ങൾക്ക് ഞാൻ നൽകാം. അങ്ങനെ ഞങ്ങൾ ധാരണയായ കട പുതുക്കി സാധനങ്ങൾ നിറച്ചു. ഇതിന് ശേഷം വീണ്ടും തുറന്നു. അന്നത്തെ എൻ്റെ സന്തോഷം വിവരണം ചെയ്യാനാവില്ല. ഒരു കാര്യം പറയാൻ ഞാൻ നിങ്ങളോട് മറന്നുപോയി. കടയ്ക്ക് തീപിടിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ ഉമ്മാക്ക് ക്യാൻസറാണെന്ന് സംശയമുണ്ടായിരുന്നു. പരിശോധനാ ഫലങ്ങൾ അറഫാ ദിനത്തിലാണ് വന്നിരുന്നത്. റിസൾട്ട് വന്നത് നെഗറ്റീവായിരുന്നു. ഉമ്മയ്ക്ക് രോഗമൊന്നുമില്ലായിരുന്നു. അത് കേട്ട ഉമ്മ മുഴുവൻ ദിവസവും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞ് കരഞ്ഞു. കട വീണ്ടും തുറന്നു. ഉമ്മ ആരോഗ്യവതിയായി. അതിനുപരി എൻ്റെ ഭാര്യ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു ടെസ്റ്റ് നടത്തി, ഞാൻ ഗർഭിണിയാണ്. അവൾ അതിയായ സന്തോഷത്തിലായിരുന്നു. പിന്നെ അവൾ ചോദിച്ചു, ഇപ്പോൾ അറഫാ ദിനത്തിലെ നോമ്പിൻ്റെയും ദുആയുടെയും ശക്തി നിനക്ക് മനസ്സിലായോ? ഞാൻ മനസ്സിൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോകം തന്നെ തകർന്നു വീഴുന്നത് പോലെ തോന്നിയിരുന്നു. ഇന്ന് ഒരു സത്യസന്ധമായ ദുആ കാരണം എല്ലാം മാറിമറിഞ്ഞു. അന്നാണ് ഞാൻ അള്ളാഹുവിന് മുമ്പിലുള്ള വിനയത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയത്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ചിലപ്പോൾ അവൻ നമ്മെ പരീക്ഷിക്കുന്നത് നാം അവനിലേക്ക് മടങ്ങി തൗബ ചെയ്യുന്നതിനായിരിക്കും. ഇതിന് ശേഷം ബിസിനസ് നന്നായി നടന്നു. 30,000 നിക്ഷേപം മുഴുവൻ തിരികെ ലഭിച്ചു. ഞാൻ ആ പണം തിരികെ നൽകാൻ പോയപ്പോൾ കഥയ്ക്ക് മറ്റൊരു അത്ഭുതമായിരുന്നു വഴിത്തിരിവുണ്ടായിരുന്നത്. അവൻ പറഞ്ഞു, സത്യത്തിൽ ആ പണം എൻ്റേതല്ല. ഒരു വ്യക്തിയുടെ ഭാര്യ ക്യാൻസറിൽ നിന്ന് സുഖം പ്രാപിച്ചിരുന്നു. അവർ അനാമികമായി ഒരാളെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനാൽ ആ പണം അവർ നിയത്ത് വെച്ച പണമാണ്. ഈ പണം നിൻ്റേതാണ്. ആരും അത് തിരികെ ചോദിക്കില്ല. അള്ളാഹുവാണ് സാക്ഷി. ഞാൻ വീട്ടിലെത്തി. മുറി പൂട്ടി. ഒരു കുഞ്ഞിനെ പോലെ 1 മണിക്കൂർ മുഴുവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞു. മനസ്സാകെ തകർന്നതുപോലെ. അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ കരുണയും ഉദാരതയും ഓർത്ത് ഹൃദയം നിറഞ്ഞു പോയി. ഇന്നും ഈ കഥ ഓർക്കുമ്പോൾ ഞാൻ കരയുന്നു. കണ്ണുനീർ മാത്രമല്ല, കണ്ണുനീർ. എൻ്റെ റബ്ബിൽ നിന്ന് അകന്നു നിന്ന കാലത്തെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. അവൻ്റെ കരുണ എപ്പോഴും എനിക്കു അടുത്തുണ്ടായിരിക്കുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അനുഭവം എന്നെ അറഫാ ദിനത്തിൻ്റെ മഹത്വം, നോമ്പിൻ്റെ ശക്തി, ദുആയുടെ മൂല്യം, അള്ളാഹുവിലുള്ള തവക്കുല് എല്ലാം പഠിപ്പിച്ചു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. ഞാൻ തൗബ ചെയ്തു ദീനിലേക്ക് തിരിച്ചു വന്ന ദിനം. ചിലപ്പോൾ അള്ളാഹു തടഞ്ഞു വെച്ചതുകൊണ്ടാണ് നമുക്ക് നൽകുന്നത്, ചിലപ്പോൾ നൽകിക്കൊണ്ടാണ് തടയുന്നത്. അതാണ് അവൻ്റെ പരിപൂർണമായ യുക്തി. ദുൽഹിജ്ജയുടെ ഈ അനുഗ്രഹീതമായ ആദ്യ 10 ദിവസങ്ങളിൽ നാം ദുആകളിൽ പരിശ്രമിക്കട്ടെ. ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടി ദുആ ചെയ്യാനും മറക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ഒരു നന്മയിലേക്ക് വഴികാട്ടിയാൽ അത് ചെയ്തവൻ്റെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം അവനും ലഭിക്കും. അതാണ് നമ്മുടെ മുസ്ലിം മതം, ഇസ്ലാം മതം. അതുകൊണ്ട് ഈ ഒരു ജീവിത ചരിത്രം പങ്കുവയ്ക്കാൻ മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ നാം അപ്രതീക്ഷിതമായി മരണപ്പെടാം, പക്ഷേ നമ്മുടെ അമൽ രേഖയിൽ ശേഷിക്കുക നാം പ്രചരിപ്പിച്ച നന്മകളായിരിക്കും. പ്രയോജനകരമായ ഒരു അറിവാണിത്. അറഫാ ദിനത്തിൻ്റെ മഹത്വമാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ധാരാളം ദുആ ചെയ്യുക.